ഹലോ നമസ്കാരം. അപ്പോൾ അങ്ങനെ നമ്മുടെ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ 10 വർഷം നമ്മളെ ഭരിച്ച LDF മുന്നണി സർക്കാർ എങ്ങനെയാണ് ജനങ്ങളിൽ നിന്നും അകന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് തോറ്റത് എന്നുള്ള കാര്യകാരണങ്ങൾ പല കോണുകളിൽ ചർച്ചയാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ ഇലക്ഷന് LDFന് തോൽവി സമ്മാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച 2 പാട്ടുകളെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ പാട്ട് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് UDFകാർ പുറത്തുവിട്ട പോറ്റിയെ കേറ്റിയെ എന്നുള്ള ആ പാട്ട്. സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പറയുന്ന ആ പാട്ടുണ്ടാക്കിയൊരു ഓളം എത്രയോ ആളുകളുടെ പ്ലേലിസ്റ്റുകളിൽ, എത്രയോ ആളുകളുടെ ഇപ്പോൾ ബസ്സിൽ പോയാൽ വരെ കേൾക്കുന്നു എന്നൊക്കെ പറയുന്നു. അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണ വീടുകളോ 4 ആൾ കൂടുന്നിടത്തൊക്കെ കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അവിടെ ആ പാട്ട് ഒരു പ്ലേ ചെയ്തിരിക്കും, അവരത് അർമാദിച്ചിരിക്കും, അവർ ഡാൻസ് ആടുന്നു, പാട്ട് പാടുന്നു, അവർ കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് പാടുന്നു. ഒരു വൈബ് സെറ്റപ്പിലാണ് അവർ ആ പാട്ട് കൊണ്ടുപോയത്. ഞാൻ അതിനു മുമ്പ് ഈ പാട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം ഇവിടുത്തെ സാധാരണക്കാരനെ സംബന്ധിച്ച് അവൻ്റെ വിഷയങ്ങളിൽ ഒരിക്കലും ഈ അയ്യപ്പൻ്റെ സ്വർണ്ണം പോയതൊരു വലിയ വിഷയമേ അല്ല. കാര്യം നമ്മൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇവിടെ എന്താ പറയുന്നത്, ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ സ്കൂളുകളുടെ കാര്യം, നമ്മുടെ ആരോഗ്യ മേഖലയിലുണ്ടായ പുരോഗതി, ഇതൊക്കെ ആയിരിക്കുമല്ലോ സാധാരണക്കാരന് ഏറ്റവും പ്രധാന കാര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ LDF അത്ര മോശമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അയ്യപ്പന് സ്വർണ്ണം പോയതൊരു വലിയ വിഷയമൊന്നും ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴാണ് ഈ പാട്ട് വരുന്നത്. ഈ പാട്ട് കേൾക്കാത്തൊരു മലയാളി ഉണ്ടാവില്ല. കാരണം എല്ലാ കോണുകളിലും UDFകാർ, കോൺഗ്രസ്സുകാർ ഈ പാട്ടുകൾ പ്രചരിപ്പിച്ചു. അത് മാക്സിമം ആളുകളിലെത്തി. ഇവൻ ഒരു പക്ക CPMകാരൻ്റെ വായിൽ പോലും ഈ പാട്ട് വരുന്ന ലെവലിൽ ആ പാട്ടിനൊരു പോപ്പുലാരിറ്റി ഉണ്ടായി. അപ്പോൾ ശരിക്കും ആ വരികൾ ചില ആളുകളുടെ ഉള്ളിൽ വല്ലാണ്ട് കടന്നുകൂടിയിട്ടുണ്ടാകാം. കാര്യം സ്വർണ്ണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ ആ വരികൾ ആളുകളുടെ ഉള്ളിൽ വല്ലാണ്ട് കയറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോൽവിയിൽ ഒരു വലിയ കാരണമായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു പാട്ട്, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് LDF പുറത്തുവിട്ട ഒരു പാട്ട്, മുത്തപ്പൻ്റെ പാട്ട്. ഫണ്ടെവിടെ വീടെവിടെ കോൺഗ്രസ്, നിങ്ങൾ പിരിച്ചതല്ലേ ഞങ്ങൾ മറന്നെന്ന് വിചാരിക്കല്ലേ എന്ന് പറയുന്ന ഒരു പാട്ട്. ഈ പാട്ട് എങ്ങനെയാണ് LDFന് തോൽവി സമ്മാനിക്കുന്നത്? കാരണം ഈ പാട്ട് കോൺഗ്രസിനെതിരല്ലേ, കോൺഗ്രസ് ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ചതല്ലേ. സർക്കാരിൻ്റെ വീട് വരുമ്പോൾ ഞങ്ങളുടെ വീടും അവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചത് കോൺഗ്രസ് ആണ്. അവിടെ വീട് വെക്കാനായി കല്ലിടുകയും ആ കല്ല് പോലും കാണാതെ പോയെന്നുള്ള വാർത്തകൾ വരെ വന്നിരുന്നു. ശരിക്കും ജനങ്ങളെ പറഞ്ഞ് പറ്റിച്ച കോൺഗ്രസ് ആണ് അവിടെയുള്ളത്. എങ്ങനെയാണ് വയനാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിന് എത്രമാത്രം വോട്ടിട്ടതെന്ന് ഇപ്പോഴും ചോദിച്ചിട്ടാണ്. പക്ഷേ ഈ പാട്ടുണ്ടല്ലോ, ഫണ്ട് വീട് 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 കോൺഗ്രസേ, ഈ പാട്ട് എങ്ങനെയാണ് LDFന് എതിരായി വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്നാൽ, സ്വർണം കട്ടവനാരപ്പ എന്നുള്ള വിഷയവും ഈ ഫണ്ട് വീട് വീട് കോൺഗ്രസിൻ്റെ വിഷയവും രണ്ടും വലിയ തരത്തിൽ ഡിഫറൻസ് ആയിട്ടുള്ള 2 വിഷയങ്ങളാണ്. വയനാട്ടിലെ വിഷയം എന്താണ്? എത്രയോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് നമ്മളെ വിട്ടു പോയത്. ഇപ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്ന എത്രയോ ആളുകൾ, ഒരു ഗ്രാമം, സ്കൂള്, എന്തെല്ലാമാണ് അവിടെ നഷ്ടപ്പെട്ടത്. എത്രയോ 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 ആളുകളുടെ സ്വത്തും എന്തെല്ലാം നഷ്ടപ്പെട്ടു. അവിടെ ആ പാട്ട് എങ്ങനെയാണ് നമ്മുടെ സഖാക്കന്മാർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്? അവിടെയാണ് പ്രശ്നം. മൂന്നാറിലെ റിസോർട്ടിൽ 4 സഖാക്കന്മാർ കൂടുമ്പം ഈ പാട്ട് പ്ലേ ചെയ്യുക, അവിടെ നിന്ന് തുള്ളുകയാണ്. കല്യാണ വീട്ടിൽ ഈ പാട്ടിടുന്നു, തുള്ളുന്നു. ക്ലബിലെ പരിപാടിക്ക് ഈ പാട്ടിടുന്നു, തുള്ളുന്നു. ടൂറിസ്റ്റ് ബസ്സിൽ ഈ പാട്ടിടുന്നു, തുള്ളുന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് ആഘോഷമായിട്ട് പാടേണ്ട ഒരു പാട്ടാണോ അത്? കോൺഗ്രസ്സുകാരൻ അതിനകത്ത് കൈയുള്ള ആരെങ്കിലും, അതായത് ഈ ഫണ്ട് മുക്കിയതിനകത്തുള്ളവനെ കാണുമ്പോൾ അവനെ കുത്തിന് കയറി പിടിച്ചിട്ട് ചോദിക്കേണ്ട വിഷയമാണത്. പക്ഷേ ആ വിഷയം നമ്മുടെ സഖാക്കന്മാരെ അവതരിപ്പിച്ചത് ഡാൻസ് ആടി ആഘോഷമാക്കി. അത് ഒരു തെറ്റായ സന്ദേശമാണ് നൽകിയത്. ആ പാട്ടിലൂടെ പറയാൻ ശ്രമിച്ച സന്ദേശമൊക്കെ ശരിയായിരുന്നു. പക്ഷേ അത് അവതരിപ്പിച്ച രീതി ഒരിക്കലും അത് ആഘോഷപൂർവ്വം അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ട ഒരു പാട്ടായിരുന്നില്ല. ആ വിഷയം എന്തായിരുന്നുവെന്നും അതിന് പിന്നിലുള്ള കാര്യങ്ങളും കാരണങ്ങളും കൃത്യമായി ഈ പാട്ടുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ സഖാക്കന്മാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഈ 2 പാട്ടുകളും LDFന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്തായാലും ശക്തമായ പ്രതിപക്ഷം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ LDF വീണ്ടും തിരിച്ചു വരട്ടെ.